അപ്പൊ നിങ്ങൾ പോട്ടെ. എളുപ്പം വരണേ. ഒന്ന് അടങ്ങരി വേണേ, എളുപ്പം ഇങ്ങ് വരും. തങ്കമ്മേ, ഇപ്പൊ കേരളത്തിലാണോ യാത്ര? എന്താ കേരളത്തിലെ യാത്ര പിടിക്കുന്നില്ലേ? എന്നാലേ ഇന്നു മുതൽ തന്റെ കൂടെ അങ്ങ് യാത്ര ചെയ്തേക്കാം കേട്ടോ. കഷ്ടം, നിക്കുന്നങ്ങനെ തൊഴിലില്ലാതെ തെങ്ങും ചാരി. അവളങ്ങനെ സമ്മതിക്കണം മട്ടില്ല മേശരി. എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ദാമു മുതലാളിക്ക് എന്തുമാത്രം സ്വത്തുണ്ടെന്നാ വിചാരിച്ചിരിക്കുന്നേ? കുമരകങ്കായുടെ ഏജൻസി, കയർ ഫാക്ടറി, 10-40 റാട്ട്, 20 ഏക്കർ തെങ്ങും പുരയിടവും കുറെ നെലവും. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ്. എന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് സമ്മതിക്കുമായിരുന്നു. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കും നിങ്ങളെ. ചെറുപ്പക്കാരത്തി പെമ്പിള്ളേർ വേറെ എത്ര കിടക്കുന്നു? 4-5 കൊല്ലത്തിനകം മൂപ്പിലാനങ്ങ് ചാകും. അപ്പൊ ഇത്രയും സ്വത്തുള്ള ഒരു പെണ്ണിനെ വലിയൊരു കല്യാണമാകരുതോ? മോളെ മോളെ, മേസ്ത്രിയെ മുതലാളി പറഞ്ഞയച്ചിരിക്കുക നിന്റെ സമ്മതം അറിയാൻ. വലിയ സൂക്കനാണല്ലോ മുതലാളിക്ക്. എവിടെയെങ്കിലും വരെ കിളവികളെ അന്വേഷിക്കാൻ പറ, ജോലിയില്ല. മോളെ, എന്തുമാത്രം സ്വത്തുണ്ടെന്നറിയാവോ? എല്ലാം നിനക്ക. നീ ഒന്ന് സമ്മതം മൂളിയാ മതി. ഒക്കില്ല, ഒക്കില്ല, ഒക്കില്ല. ഞാൻ മയത്തി പറഞ്ഞ് ശരിയാക്കിക്കോളാം. അവളൊക്കില്ലാന്ന് പറഞ്ഞ കാര്യം മുതലാളിയോട് പറയണ്ട. നീ കപ്പൽ കണ്ടിട്ടില്ലടാ ശിവരാമൻ? എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആശയമുള്ളത് കപ്പലിൽ കയറി ലോകം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങണമെന്നുള്ളത്. കരകാണാത്ത കടലിൽ കൂടി പോകുന്ന കപ്പലിൽ ഇരിക്കുന്നതിന് എന്തൊരു രസമാണെന്നറിയാമോ? നാളെ ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും പോകുന്ന ഈ കപ്പലിലെ കുറച്ച് ആൾക്കാരെടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. എവിടെ ആളെടുക്കുന്നില്ലാണ്ടൻ ചേട്ടൻ? വില്യം കൂടെയൊക്കെ മുൻവശത്ത് പോയി അന്വേഷിച്ചറിയാം. ഞാൻ തിരക്കെട്ടുന്നില്ലാണ്ടൻ ചേട്ടാ. ഞങ്ങൾ നാരിക്ക് നിനക്ക് തരാൻ പോകുന്നു. പിന്നെ ജാനകി ശിവരാമച്ചേട്ടനും ഞാനും തമ്മിലുള്ള കല്യാണം 15-ാം തീയതി ഉറപ്പിച്ചിരിക്കുന്നു. ശാരദാ മഠത്തിൽ വെച്ചാണ്. അമ്മയും ജന്തുക്കളെയൊക്കെ ക്ഷണിക്കാൻ പോയിരിക്കുന്നു. തങ്കമ്മേ, നീ ഒന്ന് ശ്വാസം നിർത്തി പറ. എനിക്ക് പോകാൻ വലിയ തിടുക്കമൊന്നുമില്ല. ഞാൻ സാവകാശം നിന്ന് കേട്ടോളാം. ഞാൻ ഒറ്റ ശ്വാസത്തിന് പറയും, എനിക്ക് തിടുക്കമുണ്ട്. വള്ളക്കാരനെ പിടിക്കുന്നപടി എന്നെ പിടിക്കരുതേ, ഞാൻ പൊടിഞ്ഞു പോകും. തന്റെ മുതലാളി കല്യാണം കഴിക്കാൻ പോകുന്നു കേട്ടല്ലോടോ. ഈ ആളുകൾക്ക് എന്താ പറയാൻ വയ്യാത്തത്? അങ്ങേർക്ക് എന്താ കല്യാണം കഴിച്ചാ? അങ്ങേർക്ക് എന്തിനാ കല്യാണം? ഈ വയസ്സുകാലത്തെ ഒരാശ്രയം വേണല്ലോ. തന്നെയല്ല ഈ സ്വത്തുക്കളൊക്കെ ആർക്ക് കൊടുക്കും? ഇവിടെ ഇരുന്ന് അന്യത ദൃഷ്ടിയുള്ള ഭർത്താവെന്ന് പറയരുത്. നമ്മുടെ വയറ്റുപാടാണ്. കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറയുന്നത് ദൂഷ്യമാണോ പത്മനാഭ? അഴുക്ക് തൊണ്ടിന്റെ വില പിന്നെയും കൂടിയെന്ന് കേൾക്കുന്നല്ലോ മേശ്ശേരി. ആ, കയർവിരിക്കാനായ പാവങ്ങളെ വയറ്റിട്ടടിക്കാനാ. പത്മനാഭൻ ചേട്ടോ, മനുഷ്യരെ നെഞ്ചത്തൂറാണ് വഴി നടക്കുന്നത്. പോടി അവിടുന്ന്. എവിടെ നീലണ്ട വെള്ളം? ഞാൻ ബസ്സിനാ വന്നത്. ശിവരാമന് കപ്പലിൽ ജോലി കിട്ടി. അവൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകാനുള്ള സമയമില്ല. കപ്പൽ ഇന്ന് പോവും. കപ്പല് പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അവൻ ഇവിടെ ഒന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നത്. ശിവരാമൻ ഭാഗ്യമുള്ളവരാ. എന്തോന്ന് ഭാഗ്യം? അവര് നാട് വിട്ടുകൊണ്ട് വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സാണ്. ചേട്ടാ, ഞാൻ പോകും. പത്മനാഭൻ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്ന എന്തിനാ? അവൻ ലോകമെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടേച്ച് വരട്ടെ. തനിക്കത് പറയാം. പത്മനാഭൻ അവൻ ഒരുത്തനേ ഉള്ളൂ. എല്ലാരും വേഗം ചായ കുടിച്ച് എഴുന്നേക്കണം. ഞാൻ കട അടയ്ക്കാൻ പോവാ. കൊച്ചി വരെ ഒന്ന് പോണം.
തങ്കമ്മേ ആരാ അത്? എടി ഞാൻ ആടി പെണ്ണെ. നീ ഇങ്ങനെ നിലത്തും താഴെ തൊടാതെ ഓടിയാൽ ഞാൻ എന്ത് ചെയ്യും? നിന്നെ എന്തുമാത്രം പ്രാവശ്യം നിന്റെ പുറകിൽ നിന്ന് വിളിച്ചെന്നറിയാവോ? അയ്യോ, ഞാൻ കേട്ടില്ല. ശിവരാജേട്ടൻ എന്തിയേ? അത് പറയാനാണ് ഞാൻ വന്നത്. ശിവരാമന് കപ്പലിൽ ജോലി കിട്ടി. അവൻ ഇന്ന് വൈകിട്ട് സ്ഥലം വിടും. ഒരു ചരക്കപ്പലിലാണ് ജോലി. 1.5-2 വർഷം കഴിഞ്ഞ് അവൻ തിരിച്ചു വരും. കല്യാണം നിശ്ചയിച്ച വിവരം ശിവരാജൻ അറിയില്ലേ? ഞാനും വരുന്നുണ്ട് കൊച്ചിക്ക്. എന്താ നീലാണ് ചേട്ടാ? എന്തൊക്കെയായാലും അവനെ വിടരുത് കൽപ്പനാവൻ ചേട്ടാ. പിടിച്ച പിടിയാലിഞ്ച് കൊണ്ടുപോരണം. കപ്പലെന്ന് പറഞ്ഞ അവനൊരു പ്രാന്ത. അന്തവും കുന്തവും ഇല്ലാത്ത കടലിൽ കൂടെയുള്ള പോക്കല്ലേ. കര പറ്റിയാ പറ്റിയെന്ന് പറയാം. കടലെന്ന് പറഞ്ഞ കളിയാണോ? എനിക്ക് കൊച്ചിക്ക് പോണം. ഇനി സന്ധ്യയ്ക്കേ ബോട്ടുള്ളൂ. അയ്യോ, എനിക്ക് എങ്ങനെയെങ്കിലും കൊച്ചിക്ക് പോണം. ഇപ്പൊ തന്നെ പോണം. എന്റെ ശിവരാമച്ചേട്ടനെ എനിക്കൊന്ന് കാണണം. സന്ധ്യക്ക് പോയാൽ സമയത്ത് എത്തുവോ? എത്തും. ഞാൻ ഇപ്പൊ തന്നെ ബോട്ട് പിടിക്കും. നീലാണ്ട ചേട്ടൻ പറഞ്ഞു ഒരു നീല കപ്പലാ മട്ടാഞ്ചേരി വാർഫിൽ. എന്റെ പൊട്ടുമോനെ, എനിക്കാണായിട്ടും പെണ്ണായിട്ടും നീ ഒരു തന്നെ ഉള്ളൂ. നിന്നെ കടലിലേക്ക് പറഞ്ഞു വെച്ചിട്ട് ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ കഴിയും? കപ്പൽ യാത്ര സുഖമല്ലേ അച്ഛൻ? മറ്റേതെങ്കിലും വിധത്തിൽ എനിക്ക് ലോകം മുഴുവനും ചുറ്റിക്കാണാൻ സാധിക്കുന്നു. ദയവ് ചെയ്ത് അച്ഛൻ തടസ്സമൊന്നും പറയും. നീ എന്നും തിരിച്ചു വരാനാണ്. വരുമ്പോ ഞാൻ കാണുമോ? ഞാൻ മരിച്ചതിന് ശേഷം നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോശി വരാമ. എന്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് കപ്പലിൽ ജോലി കിട്ടിയത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പോകും. അതുവരെ ഈ കല്യാണം നീട്ടിവെക്കണം. ഇനി നിൽക്കാൻ സമയമില്ല. ഞാൻ കപ്പലിൽ കയറട്ടെ. ശിവരാമചേട്ടൻ പോകരുത്, കപ്പലിൽ പോകരുത്. ഞാൻ അടുത്ത വർഷം തിരിച്ചു വരും. എന്നോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാണോ ചേട്ടന് കപ്പലിൽ പോകാനുള്ള ആശ? എന്റെ അടക്കാൻ വയ്യാത്ത ആശയാണ് കപ്പലിൽ പോകണമെന്നുള്ളത്. അപ്പോൾ എന്നോടുള്ള സ്നേഹം? നിന്നോട് സ്നേഹമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? ഞാൻ തിരിച്ചു വന്നാൽ ഉടനെ നമ്മുടെ വിവാഹം നടത്താം. എന്നെ വിവാഹം കഴിക്കുമെങ്കിൽ ഉടനെ കഴിക്കണം. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം പലരും അറിഞ്ഞു. തീയതി നിശ്ചയിച്ച് ആളുകളെയും ക്ഷണിച്ചു. അത് നീട്ടിവെക്കരുത്. നീട്ടിവെച്ചേ പറ്റൂ. എനിക്ക് പോയേ കഴിയൂ. നീട്ടിവെക്കാൻ പറ്റില്ല. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കപ്പലിൽ പോകാതെ എന്നെ വിവാഹം കഴിക്കണം.
നീ സാധിക്കാത്ത കാര്യത്തിൽ വാശി പിടിക്കരുത്. വാശിയില്ല. ശിവരാമച്ചേട്ടൻ പോയാൽ എന്നോട് സ്നേഹമില്ലെന്നാണ് അർത്ഥം. എന്നെ കൂടുതൽ സ്നേഹിക്കുന്നവരെ ആരെയെങ്കിലും ഞാൻ വിവാഹം കഴിക്കും. പോകരുത്. ഞാൻ പോകുന്നു. അവൻ പോയി. അവന്റെ സുഖം അന്വേഷിച്ച് അവൻ പോയി. നിന്റെ സുഖം അന്വേഷിച്ച് നീയും പോടി പെണ്ണ്. അവനേക്കാൾ സ്നേഹമുള്ള ഒരുത്തരം നിനക്ക് കിട്ടും.